തിരുവനന്തപുരം കോവളം ചൊവ്വര മാധപുരത്തെ 151 നമ്പർ പോളിംഗ് ബൂത്തിൽ ഒരു സംഭവം നടന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ്. 76 വോട്ടുകൾ ആ പോളിംഗ് ബൂത്തിൽ പോളായതിന് ശേഷം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വോട്ട് ചെയ്യാൻ പോയ സമയത്ത് കൈക്ക് കുത്തിയപ്പോൾ താമര ചിഹ്നത്തിൽ വോട്ട് പോയി എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസ് പ്രവർത്തകൻ ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹം ഇത് പുറത്തു വന്ന് പറയുകയും ഈ ആരോപണം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം ഇടതുപക്ഷ പ്രവർത്തകരും കടന്നു വന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ ബൂത്തിന് മുൻവശത്ത് നടത്തുന്ന സമയത്ത് ജില്ലാ വരണാധികാരിയായ കലക്ടർ വസുക്കി പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം നടക്കാൻ സാധ്യതയില്ല, ഒരു കാരണവശാലും ഇങ്ങനെ നടക്കുകയില്ല. ഇത് നിലവിൽ നടന്നിട്ടുള്ളത് വോട്ടിംഗ് മെഷീൻ യന്ത്രം ജാമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തകരാർ നടന്നിട്ടുള്ളത്, അല്ലാതെ ഒരു അട്ടിമറി അതിലില്ല എന്നുള്ളതായിരുന്നു വസുക്കി വിശദീകരണം നൽകിയത്. അതിനുശേഷം ജില്ലാ കളക്ടർ വസുക്കി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും അവർക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് കളക്ടർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒടുവിൽ തൊട്ടടുത്ത ഒരു പ്രദേശമായിട്ടുള്ള പട്ടത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. പട്ടത്ത് ഒരു യുവാവ് പറഞ്ഞു, ഞാൻ കൈയടിയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ആ വോട്ട് പോയത്, അതായത് VVPAT പോയതായി കാണുന്നത് താമര ചിഹ്നത്തിനാണ്. ഇത് ആ യുവാവ് പുറത്തു വന്ന് പറഞ്ഞ സമയത്ത് തന്നെ യുവാവിനെതിരെ പോലീസ് കേസെടുക്കുകയും ഉടൻ തന്നെ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അത് ജില്ലാ വരണാധികാരിയായിട്ടുള്ള കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു, ടിക്കാറാം മീണ പറയുന്നു, തിരുവനന്തപുരത്തെ ചില ബൂത്തുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, യന്ത്രങ്ങളിൽ ചില ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ടിക്കാറാം മീണ വ്യക്തമാക്കുന്നത്. അപ്പോൾ എബിൻ എന്ന ചെറുപ്പക്കാരന് നേരെ വസുകിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ചുമത്തിയ കേസ്, ആ കേസ് തെറ്റായ ഒരു കേസല്ലേ? അത് മാത്രമല്ല, എബിനോട് ജില്ലാ വരണാധികാരിയായിട്ടുള്ള ജില്ലാ കലക്ടർ മാപ്പ് പറയേണ്ടതില്ലേ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അതായത് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ, യന്ത്രങ്ങളുടെ തകരാറുകൾ മനസ്സിലാക്കാൻ കൃത്യമായ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാതെ, ഒറ്റ നോട്ടത്തിലുള്ള വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറുപ്പക്കാരനെ കുറ്റക്കാരനാക്കി മാറ്റി സമൂഹത്തിൽ അയാളുടെ വില നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി ആ ചെറുപ്പക്കാരന് മേലിൽ നിയമപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്ത ഉദ്യോഗസ്ഥർ എബിൻ എന്ന ചെറുപ്പക്കാരനോട് മാപ്പ് പറയേണ്ടതില്ലേ? രണ്ടാമത്തെ വിഷയം, ജില്ലാ കളക്ടർ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? യന്ത്രം ജാമായതിന്റെ പേരിലാണ് ഇങ്ങനെയൊരു തകരാറ് സംഭവിച്ചത് എന്ന്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ബോധ്യപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, രാജ്യം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു അട്ടിമറി വോട്ടിംഗ് മെഷീനിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് നേരെ FIR-കൾ കൊണ്ട് മറുപടി പറയുന്ന ഒരു ശീലമായിരുന്നു ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇത്തരത്തിലൊന്ന് സംഭവിച്ചാൽ പോലും മുന്നോട്ട് വന്ന് പറയാൻ തയ്യാറായില്ല എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ വൈകിയാണെങ്കിലും ഇലക്ഷൻ കമ്മീഷന് കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.